ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിജോ, രാവിലെ മുതൽ ആളുകൾ റേഷൻ കടകളിലെത്തി കാത്തിരിക്കുകയാണ് മസ്റ്ററിംഗ് നടത്താനായി. ഭക്ഷ്യമന്ത്രി പറയുന്നു മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന്. ആ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ? ദിവ്യ, എല്ലാ ജില്ലകളിലും മസ്റ്ററിംഗ് താൽക്കാലികമായി നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരു ജില്ലയിൽ പോലും ഇത് പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായതോടുകൂടിയാണ് ഭക്ഷ്യമന്ത്രി അടിയന്തരമായിട്ട് എല്ലാ റേഷൻ കടകൾക്കും താൽക്കാലികമായി ഈ മസ്റ്ററിംഗ് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ സാങ്കേതിക പ്രശ്നം ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ മഞ്ഞ കാർഡുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന സൗകര്യം ഒരുക്കാനുള്ള ഒരു നീക്കമാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സാങ്കേതിക തകരാർ എത്ര നേരത്തിനകം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഭക്ഷ്യവകുപ്പിനും കൃത്യമായിട്ടുള്ള അറിവില്ല. ഈ ഒരു പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ മഞ്ഞ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ഭക്ഷ്യവകുപ്പ് ആലോചിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 1,54,00,000-ലധികം ആളുകളാണ് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളായിട്ടുള്ളത്. ഈ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളാണ് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് പ്രക്രിയകൾ പൂർത്തിയാക്കേണ്ടത്. അതായത് ഈ പറയുന്ന ഇത്രയും ആളുകൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഭക്ഷ്യവകുപ്പ് നൽകിയ സമയം എന്ന് പറയുന്നത് ഇന്നും നാളെയും മറ്റന്നാളും, അതായത് ഇന്നും നാളെയും എന്ന് പറയുന്നത് റേഷൻ കടകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്ന ദിവസമാണ്. മറ്റന്നാൾ ഞായറാഴ്ച റേഷൻ കടകൾ അവധിയാണ്. ഈ 3 ദിവസം കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ട് മസ്റ്ററിംഗിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ആ മസ്റ്ററിംഗ് പ്രക്രിയകൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ മുതൽ ഏതാണ്ട് 7:30 മുതൽ തന്നെ ഈ റേഷൻ കടകളിലേക്ക് എല്ലാ ജില്ലകളിലും ആളുകൾ കൂട്ടമായി എത്തിയിരുന്നു. അതായത് ഒരു റേഷൻ കാർഡിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ പേരാണ് ഉള്ളതെങ്കിൽ ആ 4 പേരും ഈ റേഷൻ കടയിലെത്തി ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഈ സംവിധാനം പൂർത്തിയാക്കേണ്ടതാണ്. അതായത് ഈ മസ്റ്ററിംഗ് പ്രക്രിയകൾ പൂർത്തിയാക്കേണ്ടതാണ്. അതിന് കഴിയാതെ വന്നതോടുകൂടി എല്ലാ റേഷൻ കടകളിലും 100 കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്ന സ്ഥിതിയുണ്ടായി. അത് എല്ലാ സെർവറുകളും, അതായത് സംസ്ഥാനത്ത് ഏതാണ്ട് 16,177 റേഷൻ കടകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ കണക്ക് പറയുന്നത്. ആ എല്ലാ റേഷൻ കടകളിലും ആളുകൾ എത്തിയതാണ് ഈ സെർവർ ഡൗൺ ആവാൻ കാരണം. ഇപ്പോഴത്തെ ഈ സെർവർ മാറ്റി പുതിയൊരു സെർവർ സ്ഥാപിച്ചാൽ മാത്രമേ ഇപ്പോൾ POS മെഷീൻ ഉപയോഗിച്ച് മാത്രമേ ഈ KYC റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ നിലവിലുള്ള സെർവർ മാറ്റിയാൽ മാത്രമേ മസ്റ്ററിങ്ങും അതുപോലെ ഈ റേഷൻ വിതരണവും സുഗമമായി നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. അതേസമയം ഇപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ പറയുന്നത് ഇന്ന് മുതൽ ഇനിയുള്ള 3 ദിവസം മസ്റ്ററിങ്ങിന് വേണ്ടി മാത്രം അനുവദിച്ചതാണ്. ആ ദിവസം അരി വിതരണം നടത്താൻ പാടില്ല. അതേസമയം ഇന്നിപ്പോൾ ഇങ്ങനൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടാവാനുള്ള കാരണമായിട്ട് ഭക്ഷ്യവകുപ്പ് പറയുന്നത് ഈ മസ്റ്ററിങ്ങിനൊപ്പം ചില റേഷൻ കടകളിൽ ഈ പറയുന്ന അരി വിതരണവും നടന്നു. അതുകൂടി ആയപ്പോൾ രണ്ടും കൂടി ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടായത് എന്നൊരു വിശദീകരണം കൂടി ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതേസമയം ആ വാദത്തെ ഈ വ്യാപാരികൾ തള്ളിക്കളയുകയാണ്. അരി വിതരണം നടത്താൻ പാടില്ല എങ്കിൽ അതിന് കഴിയാത്ത സംവിധാനം ഒരുക്കാൻ സർക്കാരിന് കഴിയും. ആ POS മെഷീനിൽ അതിന്റെ ഒരു സംവിധാനമുണ്ട്. അത് ക്ലോസ് ചെയ്യാൻ ഭക്ഷ്യവകുപ്പ് തന്നെ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ചില റേഷൻ കടക്കാർ ഇത് അനുസരിക്കുകയുള്ളൂ എന്നുള്ള നിർദ്ദേശം കൂടി വ്യാപാരികൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ താൽക്കാലികമായിട്ട് മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. മഞ്ഞ കാർഡുള്ള ആളുകൾക്ക് ഉച്ചയ്ക്ക് ശേഷം മസ്റ്ററിംഗ് നടത്താൻ കഴിയുമോ എന്നില്ലയോ എന്നുള്ള കാര്യം അല്പസമയത്തിനകം അറിയിക്കാമെന്നും ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. ദിവ്യ, ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.